മൂല്യത്തൊപ്പ് പാലം നിർമ്മാണ ഉദ്ഘാടന പരിപാടിയാണ്. ഈ യോഗത്തിൻ്റെ അധ്യക്ഷനായിട്ട് കേശവസ്വരം വാർഡ് കൗൺസിലർ അംശു വാമദേവനെ ക്ഷണിക്കുന്നു. ഏറ്റവും ബഹുമാനപ്പെട്ട വട്ടിയൂർക്കാവിൻ്റെ പ്രിയങ്കനായിട്ടുള്ള MLA അഡ്വക്കേറ്റ് VK പ്രശാന്ത്, പ്രിയപ്പെട്ട മുട്ടട വാർഡ് കൗൺസിലർ ശ്രീ അജിത് രവീന്ദ്രൻ, മുൻ മേയറും ഈ മുട്ടട വാർഡിൻ്റെ കൗൺസിലറുമായിട്ടുള്ള പ്രിയങ്കരിയായിട്ടുള്ള അഡ്വക്കേറ്റ് K ചന്ദ്രിക, ഈ മുട്ടട വാർഡിൻ്റെ മുൻ കൗൺസിലറും നഗരസഭയുടെ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ ചെയർപേഴ്സണുമായിരുന്ന പ്രിയങ്കനായിട്ടുള്ള ശ്രീ M വിനോദ് കുമാർ, മുൻ ചെയർപേഴ്സണും മുട്ടട വാർഡിൻ്റെ തന്നെ കൗൺസിലറുമായിരുന്ന ശ്രീമതി R ഗീതാ ഗോപാൽ, ശ്രീ ജോസഫ് വിജയൻ, വേദിയിലും സദസ്സിലുമുള്ള പ്രിയമുള്ളവരെ, നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഈ പ്രദേശത്തെ മുഴുവൻ നിവാസികളുടെയും എത്രയോ കാലത്തെ ഒരു ആവശ്യമാണ് യഥാർത്ഥത്തിൽ ഇന്ന് നിറവേറ്റപ്പെടുന്നത്. ഇവിടെ ഈ പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന എൻ്റെ മുന്നിലിരിക്കുന്ന നിരവധിയായിട്ടുള്ള ആളുകൾ യഥാർത്ഥത്തിൽ ഈ മൂല്യത്തോപ്പ് പാലം യാഥാർത്ഥ്യമാകുന്നതിന് വേണ്ടി അവരാൽ കഴിയുന്ന നിലയിൽ വിവിധ തരങ്ങളിൽ ഇടപെട്ടിട്ടുള്ളവരാണ്. ഇപ്പോൾ ഇവിടെ ഇരിക്കുന്നവരിൽ മുഴുവൻ ആളുകളും ആ നിലയിൽ ഇടപെട്ടിട്ടുള്ള ആളുകളാണ്. അതോടൊപ്പം തന്നെ ഇവിടെ ജനപ്രതിനിധിയായി ഇപ്പോൾ നമ്മുടെ ഈ വേദിയിൽ നേരത്തെ ജനപ്രതിനിധികളായിരുന്നവർ അടക്കമുള്ള ആളുകൾ അവരുടെ സമയത്തൊക്കെ നിരന്തരമായി ഈ ആവശ്യത്തിന് കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ മുഴുവൻ ആളുകളും ഇടപെട്ട എല്ലാ ഭേദങ്ങൾക്കും അതീതമായി ഒരു പ്രദേശമാകെ ഒരുമിച്ച് ആഗ്രഹിച്ച ഒരു കാര്യമാണ് യഥാർത്ഥത്തിൽ ഇന്ന് നിറവേറ്റപ്പെടുന്നത് എന്നുള്ള ചാരിതാർത്ഥ്യവും അഭിമാനത്തോടു കൂടിയാണ് നമ്മൾ ഓരോരുത്തരും ഇന്ന് ഈ പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നതെന്നറിയാം. ഈ ചരിത്ര നിമിഷത്തിൽ നമ്മുടെ എല്ലാം സ്വപ്നം സബലീകരിക്കപ്പെടുന്ന ഈ നിമിഷത്തിലാണ് നമ്മളിന്ന് ഈ യോഗം ചേർന്നുകൊണ്ടിരിക്കുന്നത്. ഈ യോഗത്തിന് സ്വാഗതം ആശംസിക്കുന്നത് നമ്മുടെ ഈ മുട്ടട വാർഡിൻ്റെ വികസനത്തിനാകെ ഓടി നടന്ന് ഈ വികസന പ്രവർത്തനങ്ങൾക്കെല്ലാം ഫോളോ അപ്പ് നടത്തി അത് യാഥാർത്ഥ്യത്തിൽ എത്തിക്കുന്നതിന് കഠിനമായ പരിശ്രമം നടത്തുകയും നമ്മളിൽ ഒരാളായി നിന്നുകൊണ്ട് ഈ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന ഈ നാടിൻ്റെ പ്രിയങ്കരനായിട്ടുള്ള കൗൺസിലർ ശ്രീ അജിത് രവീന്ദ്രനാണ്. ഏറെ സ്നേഹത്തോടു കൂടി സ്വാഗതം ആശംസിക്കുന്നതിന് ശ്രീ അജിത് രവീന്ദ്രനെ ക്ഷണിക്കുക. പ്രിയമുള്ളവരെ, ഒരു അത്യന്തം സന്തോഷം നിറഞ്ഞൊരു ദിവസമാണിന്ന്. ഇവിടെ പാലം വരും കേട്ടോ. ഈ പാലം വരും എന്ന് പറയാൻ വേണ്ടിയിട്ട് 2.5 വർഷം ഞാൻ വന്നതിന് ശേഷവും അതിനു മുമ്പും ഒരുപാട് പേര് പരിശ്രമിച്ചതിൻ്റെ ഫലമായിട്ടാണ് ഇന്നിവിടെ പാലം വരുന്നത്. അപ്പം ഈ തിരഞ്ഞെടുപ്പ് സമയത്ത് തിരഞ്ഞെടുപ്പ് ജയിച്ചതിന് ശേഷം ഏറ്റവും ബഹുമാന്യനായ ഇവിടുത്തെ മുതിർന്ന ശ്രീ വിനോദ് കുമാർ മാലി അവരുടെ വീട്ടിൽ ചെന്ന് കാണുന്ന സമയത്ത് അദ്ദേഹം ആവശ്യപ്പെട്ട ആദ്യത്തെ കാര്യം ഇതാണ്. ആകെ ഒരു കാര്യം ആവശ്യപ്പെട്ടിട്ടുള്ളൂ. ഈ മൂല്യത്തോപ്പ് പാലവുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിൻ്റെ കാലം മുതലേ ഒരുപാട് പരിശ്രമം നടത്തിയിരുന്നു. ആ കാര്യങ്ങളൊക്കെ അദ്ദേഹം ഇവിടെ പറയും. അപ്പോൾ അന്ന് ഞാൻ മനസ്സിൽ വിചാരിച്ചതാണ്, ഇത് എന്തെങ്കിലും നമ്മൾ ഇരിക്കുന്ന സമയത്ത് യാഥാർത്ഥ്യമാവുമെങ്കിൽ അദ്ദേഹത്തെ കൂടെ ഉൾപ്പെടുത്തണം, അദ്ദേഹത്തെ ഇതിൻ്റെ ഭാഗമായി കൊണ്ടുവരണം എന്ന് നമ്മൾ കരുതിയിരുന്നതാണ്. അങ്ങനെ ഇന്നത് യാഥാർത്ഥ്യമായിരിക്കുകയാണ്. ഞാൻ ഒന്നുകൂടെ പറയുകയാണ്, ഇവിടെ പാലം വരും. അപ്പോൾ ഈ പാലം വരും എന്ന് എടുത്തെടുത്ത് പറയുന്നത് പല ആളുകൾക്കും ഇതിനോടകം തന്നെ സംശയം ഉണ്ടായിരുന്നു. പലരും ഇതിൻ്റെ പേര് മൂല്യത്തോപ്പ് എന്നുള്ളത് മൂല്യത്തേപ്പ് പാലം എന്നാക്കി പറയുന്ന ആളുകളുണ്ട്. ഒരുപാട് പേര് മൂല്യത്തേപ്പ് പാലം വന്നില്ലേ എന്ന് ചോദിച്ച ആളുകളുണ്ട്. അപ്പോൾ അവരോടൊക്കെ ആയിട്ട് പറയട്ടെ, ഇവിടെ പാലം വരും. അപ്പോൾ ഈ യോഗത്തിൻ്റെ അധ്യക്ഷത വഹിക്കുന്നത് നമ്മുടെ ഏവരുടെയും പ്രിയങ്കരനായിട്ടുള്ള ഈ പ്രദേശത്തെ ആകമാനം വികസന പ്രവർത്തനങ്ങൾ നിരീക്ഷിക്കുകയും അതോടൊപ്പം തന്നെ നമുക്ക് വേണ്ടുന്ന മാർഗ്ഗനിർദ്ദേശങ്ങൾ തരികയും ഞങ്ങളെ ആ മാർഗ്ഗനിർദ്ദേശങ്ങൾക്ക് അടിസ്ഥാനത്തിൽ പോകുന്നതിന് വേണ്ടി പര്യാപ്തമാക്കുകയും ചെയ്യുന്ന ഈ പ്രദേശത്തെ പുരോഗമന പ്രസ്ഥാനത്തിൻ്റെ അടക്കം നേതൃനിരയിലുള്ള ബഹുമാനപ്പെട്ട കേശവസ്വരം വാർഡ് കൗൺസിലർ കൂടിയായിട്ടുള്ള അഡ്വക്കേറ്റ് അംശു വാമദേവനാണ്. അദ്ദേഹത്തെ ഈ യോഗത്തിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. ഒപ്പം തന്നെ ഈ യോഗത്തിൽ പങ്കെടുക്കുന്ന വേദിയിലും സദസ്സിലുമായിട്ടുള്ള ഒട്ടനേകം വിശിഷ്ട അതിഥികളുണ്ട്. ഏറ്റവും എടുത്ത് പറയേണ്ടുന്നത് മുൻ മേയർ അഡ്വക്കേറ്റ് K ചന്ദ്രിക അവറുകളാണ്. ചന്ദ്രിക മാഡവും ഈ നമ്മുടെ ഗീതകോത്സവവും കൂടെ എന്താണ് ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് എല്ലാ വീടുകളിലും ചെന്ന് എല്ലാവരും നമുക്ക് വേണ്ടപ്പെട്ടവരാണ് എന്നുള്ള നിലയിൽ എന്നെ പരിചയപ്പെടുത്തി ഈ തെരഞ്ഞെടുപ്പ് വിജയിപ്പിച്ച് ഈ ഒരു ഘട്ടം വരെ എത്തിച്ചതിൽ പ്രധാനപ്പെട്ട പങ്ക് വഹിച്ച ചന്ദ്രിക മാഡമാണ്. ചന്ദ്രിക മാഡം മേയറായിരുന്നതിൻ്റെ തന്നെ ചില നിർദ്ദേശങ്ങളും ഇതെങ്ങനെ സാധ്യമാക്കി എടുക്കാനുള്ള വഴികളും പറഞ്ഞു തന്ന കൂട്ടത്തിൽ ഒരു പ്രധാനിയാണ് ചന്ദ്രിക മാഡം. മാഡത്തിന് ഈ അവസരത്തിൽ ഈ യോഗത്തിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. ഒപ്പം തന്നെ ഗീതാഗോപാൽ മാഡം ഉണ്ട്, മുൻ കൗൺസിലറാണ്, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണാണ്. ആ അനുഭവ പരിജ്ഞാനവും ആ അനുഭവ പാഠവും വാർഡിൻ്റെ സമഗ്രമായ വികസനത്തിന് വേണ്ടിയിട്ട് ഇന്നും
എല്ലാ ദിവസവും കൃത്യമായി ഫോളോ അപ്പ് ഇട്ട് തരുന്ന ആളുകൾ ഇതിൻ്റെ ഭാഗമായിട്ടുണ്ട്. അപ്പോൾ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആളാണ് നമ്മുടെ ഗീതാഗോൽ സഖാവിനെ ഏറെ സ്നേഹത്തോടു കൂടി ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. വട്ടിയൂർക്കാവിൻ്റെ പ്രിയങ്കരനായ MLA ആണ് ഈ യോഗം ഉദ്ഘാടനം ചെയ്യുന്നത്. നമുക്കറിയാം, നിരവധിയായ പ്രതിസന്ധികളിൽ നിന്നാണ് നമ്മുടെ ഈ വട്ടിയൂർക്കാവിൻ്റെ വികസനം യാഥാർത്ഥ്യമാക്കുന്നത്. സാമ്പത്തികമായി ഞെരുക്കത്തിൽ നിൽക്കുമ്പോഴും വികസനം എന്നത് ഒരു മൈക്കിൽ കൂടെ പറയുന്ന കാര്യം മാത്രമല്ല, അത് പ്രവൃത്തിയിലേക്ക് കൊണ്ടുവരണമെന്ന് കാർക്കശ്യത്തോടു കൂടി നടപ്പാക്കുകയും ഇച്ഛാശക്തിയോടുകൂടി പെരുമാറുകയും ആ ഇച്ഛാശക്തിയുടെ ഫലമായി നമ്മുടെ കൺമുമ്പിൽ തൊട്ടറിയുന്ന തരത്തിൽ വികസനം യാഥാർത്ഥ്യമാക്കിയ ജനനായകനാണ് നമ്മുടെ വട്ടിയൂർക്കാവിൻ്റെ പ്രിയങ്കരനായ MLA. അദ്ദേഹം ഞങ്ങളുടെയൊക്കെ ഒരു ധൈര്യം അതാണ്, പുള്ളി മൈക്കിൽ കൂടെ പറഞ്ഞ സംഭവം നടക്കും എന്നാണ്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ പരമാവധി എല്ലാ കാര്യങ്ങളും പുള്ളിയെ കൊണ്ട് മൈക്കിൽ കൂടെ അനൗൺസ് ചെയ്യിക്കാൻ ശ്രമിക്കും. അങ്ങനെ കഴിഞ്ഞ നമ്മുടെ തൊട്ട് മേളിലത്തെ മിനിമാസ് ലൈറ്റിൻ്റെ ഉദ്ഘാടനത്തിന് വന്നപ്പോഴും അദ്ദേഹത്തെ കൊണ്ട് ഞങ്ങൾ മൈക്കിൽ കൂടെ ഈ കാര്യം ആവശ്യം പറയുന്നു. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് നടക്കും, പാലം വരും. അപ്പോൾ അങ്ങനെ ഈ പാലം യാഥാർത്ഥ്യമാകുന്നതിന് ഒരുപാട് കടമ്പകളുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നത് 1, 2, 3 റിവ്യൂ മീറ്റിങ്ങിലടക്കം അദ്ദേഹം ഞങ്ങളെല്ലാവരും പങ്കെടുത്ത് റിവ്യൂ മീറ്റിങ്ങിൽ കൂടിയതാണ്. ഞാൻ സത്യത്തിൽ പുറത്ത് നിൽക്കുന്ന ജനപ്രതിനിധി ആകുന്നതിന് മുമ്പ് പുറത്ത് നിൽക്കുമ്പോൾ ഞാൻ ഇതൊക്കെ സ്വിച്ചിട്ടാൽ പോലെ നടക്കുന്ന കാര്യമാണ്. അതങ്ങനല്ല, അതിനകത്ത് കുറേ പരിപാടികളുണ്ട്. ഇത് ആദ്യം ബ്രിഡ്ജസിന് കൊടുത്തു, അതിനുശേഷം പിന്നീട് അലൈൻമെൻറ്റിൽ പ്രശ്നം വന്നു, അലൈൻമെൻറ്റ് ചർച്ച ചെയ്ത് പലതരത്തിലുള്ള ഡിസ്കഷൻ, കൃത്യമായ റിവ്യൂവും ഫോളോ അപ്പ് ഉള്ളത് കൊണ്ട് മാത്രമാണ് ഈ സാധനം ഇന്നിപ്പോൾ യാഥാർത്ഥ്യമായത്. അപ്പോൾ അങ്ങനെ ഈ പ്രദേശത്തെ ആകമാനം നയിക്കുന്ന ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യാൻ എത്തിയിട്ടുള്ള വട്ടിയൂർക്കാവിൻ്റെ പ്രിയങ്കരനായ MLA അഡ്വക്കേറ്റ് VK പ്രശാന്ത് അവർക്ക് ഏറെ സ്നേഹത്തോടെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ആശംസിക്കുന്നു. സംഘടനാ സമിതിയുടെ ഭാഗമായി ഇവിടെ എത്തിയിട്ടുള്ള പുരോഗമന പ്രസ്ഥാനത്തിൻ്റെ ആകമാനം ഈ പ്രദേശത്തെ നയിക്കുകയും ഞങ്ങൾക്ക് വേണ്ടുന്ന നിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്തിട്ടുള്ള ശ്രീ ജോസഫ് വിജയൻ അവറുകളുണ്ട്. അദ്ദേഹത്തെ ഈ യോഗത്തിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുകയാണ്. വിവിധ റെസിഡൻസ് അസോസിയേഷൻ്റെ ഭാരവാഹികൾ, നമ്മുടെ ഈ പ്രദേശവും ഈ പാലവുമായി ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതൽ ഈ ഭാഗത്ത് എത്തിയിട്ടുള്ള ആളുകളുണ്ട്. അതോടൊപ്പം തന്നെ ഞാൻ നേരത്തെ ഏറ്റവും ആദ്യം സൂചിപ്പിച്ചുവെങ്കിലും ഈ പ്രദേശത്തെ ഞങ്ങളെ ആകെ നയിക്കുന്നതിന് മുൻകൈ എടുക്കുകയും ഞങ്ങൾക്ക് വേണ്ടുന്ന നിർദ്ദേശങ്ങൾ തരികയും ചെയ്തിട്ടുള്ള ശ്രീ വിനോദ് കുമാർ മാലി അവരുകളെ ഈ യോഗത്തിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുകയാണ്. പ്രദേശത്തെ റെസിഡൻസ് അസോസിയേഷൻ്റെ ഭാരവാഹികൾ, കയർലി നഗർ അസോസിയേഷൻ്റെ പ്രസിഡന്റ് ശ്രീ ഗോകുമാർ സാറുണ്ട്. അതുപോലെ തന്നെ സെക്രട്ടറി ടോമി ജോസഫ് സാർ, ഇരുവർക്കും ഈ യോഗത്തിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. PWD AXC ഇവിടെ ഹാജരായിട്ടുണ്ട്. ബിനു സാറിന് ഈ യോഗത്തിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. PWD AE അരുൺ സാറുണ്ട്, അദ്ദേഹത്തെ യോഗത്തിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. ഒപ്പം തന്നെ പറയാട്ടിൽ റെസിഡൻസ് അസോസിയേഷൻ്റെ പ്രസിഡന്റ് ശ്രീ K മോഹനചന്ദ്രൻ നായർ, അദ്ദേഹം യോഗത്തിലുണ്ട്, അദ്ദേഹത്തിനെ ഹാർദവമായി സ്വാഗതം ചെയ്യുകയാണ്. പറയാട്ടിൽ റെസിഡൻസ് അസോസിയേഷൻ്റെ സെക്രട്ടറി ശ്രീ സ്റ്റാൻലി തോമസ്, അദ്ദേഹത്തെ ഈ യോഗത്തിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. ഈ MGRA പ്രദേശത്തെ എല്ലാ വിഷയങ്ങളിലും ഇടപെടുകയും നിരന്തരം നമ്മളെ ഫോളോ അപ്പ് ചെയ്യുകയും ചെയ്യുന്ന മുതിർന്ന 2 റെസിഡൻസ് അസോസിയേഷൻ ഭാരവാഹികളാണ്. പ്രായത്തിൽ അതിൻ്റെതായ ഒരു ഫോളോ അപ്പും ഒരു പ്രൊഫഷണലിസം അതിനകത്തുണ്ട്. അപ്പം അവർ 2 പേരെയും, ഈ സെക്രട്ടറി ആയിട്ടുള്ള ശ്രീ മാത്തണ്ണി പണിക്കറും അതുപോലെ തന്നെ മാറയ്ക്കൽ വിജയകുമാർ പ്രസിഡന്റാണ് മരപ്പാലം റെസിഡൻസ് അസോസിയേഷൻ്റെ, ഇരുവരെയും മരപ്പാലം ഗാർഡൻസ് റെസിഡൻസ് അസോസിയേഷൻ ഭാരവാഹികളെ ഈ യോഗത്തിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. ഇവിടെ കൂടിയിട്ടുള്ള നിരവധിയായ പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് നമ്മളെ വിജയിപ്പിക്കുന്നതിൻ്റെ ഭാഗമായി എത്തിയിട്ടുള്ള കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഈ പ്രദേശത്തെ ആകമാനം ഇതിൻ്റെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഹരിതകർമ്മ സേനാംഗങ്ങൾ, കുടുംബശ്രീ പ്രവർത്തകർ, നഗരസഭയുടെ ഹെൽത്ത് ജീവനക്കാർ, HIJHI, ഒപ്പം കുടുംബശ്രീയുടെ പ്രവർത്തകർ, റെസിഡൻസ് അസോസിയേഷൻ ഭാരവാഹികൾ, മരപ്പാലം ദേവീക്ഷേത്രത്തിൻ്റെ ഭാരവാഹികൾ, ഈ യോഗം കേൾക്കാനായി ശ്രവിക്കാനായി വന്ന ഈ പ്രദേശത്തെ വ്യാപാരി വ്യവസായികൾ ഏവർക്കും യോഗത്തിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. ഒപ്പം തന്നെ ഈ യോഗവുമായി ബന്ധപ്പെട്ട് 1-2 കാര്യങ്ങളോട് പറയാൻ ആഗ്രഹിക്കുകയാണ്. ഇവിടെ സമഗ്രമായ വികസനം ഈ നമ്മുടെ പ്രദേശത്ത് നടക്കുന്നു എന്നുള്ളതിൽ വളരെ സന്തോഷമുണ്ട്. ഇന്നിപ്പോൾ കയർലി നഗർ പ്രദേശത്ത് ഏറെ കാലമായിട്ടുള്ള ആവശ്യമാണ് ആ പ്രദേശത്തെ മെയിൻ കോണ്ടോ ഡാഫോഡിൽ ഫ്ലാറ്റിൻ്റെ അവിടെ നിന്ന് താഴേക്ക് വരുന്ന ഒരു ലൈൻ, ഡ്രെയിനേജ് ലൈൻ ഇല്ല എന്നുള്ളത്. അപ്പോൾ MLAയുടെ കൂടെ നിരന്തരം ഇടപെടലിൻ്റെ ഭാഗമായി അവിടെ ഇന്ന് അതിൻ്റെ ഡ്രെയിനേജ് വർക്കിന് വേണ്ടിയിട്ടുള്ള പൈപ്പ് എത്തിയിട്ടുണ്ട്. ആ ഡ്രെയിനേജ് വർക്ക് നമുക്ക് ഉടനെ ആരംഭിക്കാം. ആരംഭിച്ചതിന് ശേഷം തന്നെ ആ റോഡ് പൂർണ്ണമായും BC നിലവാരത്തിലേക്ക് ടാർ ചെയ്ത് റീസ്റ്റോർ ചെയ്യുന്നതിനുള്ള നടപടികൾ നഗരസഭയുടെ ഭാഗത്തു നിന്നുണ്ടാവും. അപ്പോൾ അങ്ങനൊരു സന്തോഷം കൂടി അവസരത്തിൽ പങ്കുവെക്കുകയാണ്. അതോടൊപ്പം MLA വലിയൊരു തുക നമ്മുടെ പട്ടം തോടിൻ്റെ ആഴം കൂട്ടുന്നതിനും അതിൻ്റെ പാർശ്വഭിത്തി നിർമ്മിക്കുന്നതിനുമൊക്കെ ആയിട്ട് വലിയൊരു തുക അനുവദിച്ചിട്ടുണ്ട്. ഇപ്പോൾ 2 ഘട്ടമായി വലിയൊരു തുകയിലേക്ക് എത്തിയിട്ടുണ്ട്. 3.5 കോടി അല്ലേ, 3.5 കോടി രൂപയ്ക്ക് അധികം. അപ്പോൾ നമ്മുടെ ഈ പ്രദേശം നിരന്തരമായി മരപ്പാലം ഗാർഡൻ റെസിഡൻസ് അസോസിയേഷൻ അതുപോലെ തന്നെ പറയാട്ടിൽ ഭാഗത്തുള്ള ആളുകളൊക്കെ ആവശ്യപ്പെടുന്നത് പോലെ പാർശ്വഭിത്തി ഇടിഞ്ഞിരിക്കുന്ന സ്ഥലങ്ങളിൽ അതിനെ ബലപ്പെടുത്തുന്നതിനും
പാർശ്വഭിത്തി നിർമ്മിക്കേണ്ട സ്ഥലങ്ങൾ നിർമ്മിക്കുന്നതിന് വേണ്ടിയിട്ട് അതും ഒരു 10 ദിവസത്തിനകം അതിൻ്റെ പണികൾ ആരംഭിക്കുമെന്നാണ് ഞാൻ ഇറിഗേഷൻ വകുപ്പിൽ ബന്ധപ്പെട്ടപ്പോൾ പറഞ്ഞത്. അപ്പോൾ അങ്ങനെ ഒരു സന്തോഷം കൂടെ പങ്കുവെക്കുന്നു. അതോടൊപ്പം വിക്രമപുരം ഹിൽ റെസിഡൻസ് പ്രദേശത്ത് നമ്മുടെ ആ തൊട്ടുമേളത്ത് തുമ്പൂർമുഴി എയറോ ബില്ലിനോട് ചേർന്നിട്ടുള്ളൊരു ഭാഗം ഒരു മുത്തൂറ്റ് ഗ്രൂപ്പുമായി സഹകരിച്ചുകൊണ്ട് അവരുടെ CSR ഫണ്ടിൻ്റെ ഭാഗമായി ഒരു പാർക്ക് സജ്ജീകരിച്ച് നൽകുന്നതിന് വേണ്ടിയിട്ട് PWD NOC കിട്ടിയിട്ടുണ്ട്. അപ്പോൾ പാർക്കിൻ്റെ നിർമ്മാണവും നമുക്ക് ഉടൻ തന്നെ ആരംഭിക്കാനായി സാധിക്കും. ഒപ്പം കുറവംകുളം ജംഗ്ഷനിലെ പട്ടംതാണുള്ള പാർക്കിലെ വയോജന ക്ലബിന് വേണ്ടി നഗരസഭ അനുമതി നൽകിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസത്തെ കൗൺസിൽ അജണ്ട പാസ്സായി. അപ്പം ഇത്രയും സന്തോഷവും കൂടെ പങ്കുവെച്ചുകൊണ്ട് ഈ യോഗത്തിലേക്ക് പങ്കെടുത്തിട്ടുള്ള ഏവരെയും ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. പ്രിയമുള്ളവരെ, നമ്മുടെ ഈ യാഥാർത്ഥ്യമാകുന്ന സ്വപ്നം അതിൻ്റെ ശിലാസ്ഥാപനം നടത്തുന്നതിന് പ്രിയങ്കരനായിട്ടുള്ള MLA ഏറെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. ഈ യോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുന്നതിന് പ്രിയങ്കരനായിട്ടുള്ള MLA അഡ്വക്കേറ്റ് VK പ്രശാന്തിനെ ഏറെ സ്നേഹത്തോട് ക്ഷണിക്കും. എല്ലാവർക്കും നമസ്കാരം. മൂലിയത്തോപ്പ് പാലത്തിൻ്റെ ഈ നിർമ്മാണ ഉദ്ഘാടന വേദിയുടെ അധ്യക്ഷൻ പ്രിയങ്കരനായിട്ടുള്ള കൗൺസിലർ ശ്രീ അംസു വാമദേവൻ, സ്വാഗതം പറഞ്ഞ മുട്ടടവാട് കൗൺസിലർ അജിത് രവീന്ദ്രൻ, നമ്മുടെ മുൻ മേയർ പ്രിയങ്കരിയായിട്ടുള്ള അഡ്വക്കേറ്റ് K ചന്ദ്രിക, മുൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണായിരുന്ന ശ്രീമതി ഗീതാ ഗോപാൽ, മുൻ കൗൺസിലർ ശ്രീ വിനോദ് കുമാർ, ശ്രീ ജോസഫ് വിജയൻ, AXC ശ്രീ ബിജു, അതുപോലെ തന്നെ AE ഉണ്ട്, ഓവർസിയർ ഉണ്ട്, ഈ വർക്കെടുത്ത കോൺട്രാക്ടർ, നമ്മുടെ അസോസിയേഷൻ്റെ ഭാരവാഹികളെ, പ്രിയങ്കരായിട്ടുള്ള ഗുരുജനങ്ങളെ, നാട്ടുകാരെ, സുഹൃത്തുക്കളെ, ഇന്ന് സ്വാഗത പ്രസംഗത്തിലും അധ്യക്ഷ പ്രസംഗത്തിലും പറഞ്ഞതുപോലെ നമ്മുടെ ഈ പ്രദേശത്തെ സംബന്ധിച്ച് വളരെ സന്തോഷം നിറഞ്ഞ ഒരു സമയമാണ്. മൂലിയത്തോപ്പ് പാലം നിർമ്മിക്കണമെന്നുള്ളത് നമ്മളെല്ലാവരും കാലാകാലങ്ങളായി ആഗ്രഹിച്ചിരുന്നൊരു കാര്യമാണ്. അതിനുവേണ്ടി നമ്മൾ ആദ്യം മുതൽ പരിശ്രമം ആരംഭിച്ചതാണ്. കഴിഞ്ഞ വർഷത്തെ ബഡ്ജറ്റിൽ 20% പ്രൊവിഷനിൽ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് നമ്മൾ 75 ലക്ഷം രൂപ ഇപ്പോൾ മൂലിയത്തോപ്പ് പാലം നിർമ്മാണത്തിന് വേണ്ടി അനുവദിച്ചിരിക്കുന്നത്. ശ്രീ വിനോദ് കുമാർ മാലി അദ്ദേഹം നേരത്തെ കൗൺസിലറായിരുന്നപ്പോൾ 24 ലക്ഷം രൂപ അന്ന് നഗരസഭയിൽ നിന്ന് അനുവദിച്ച് ടെൻഡർ നടപടികൾ ഉൾപ്പെടെ പൂർത്തിയായതാണ്. പക്ഷേ അത് പിന്നീട് ആ പണം തികയാതെ വരുമെന്ന് കണ്ട് അത് നടക്കാതെ പോകുന്ന ഒരു സാഹചര്യം വരികയുണ്ടായി. തുടർന്ന് ഇപ്പോഴാണ് നമുക്കത് ഈ നിലയിൽ എത്തിക്കാൻ വേണ്ടി നമുക്ക് കഴിഞ്ഞത്. നമ്മളെ സംബന്ധിച്ച് കുറച്ച് സ്ഥലം കൂടി എടുത്ത് പാലം ചെയ്യണമെന്നാണ് ആദ്യം ആഗ്രഹിച്ചത്. അപ്പോൾ നോക്കിയപ്പോൾ കുറച്ച് അക്വിസിഷനും, അപ്പോൾ സ്വാഭാവികമായിട്ടും ഭൂമി ഏറ്റെടുക്കാൻ പോകുമ്പോൾ തർക്കങ്ങൾ വരും. അപ്പോൾ അതിലൊരുപാട് തടസ്സം വരുമെന്ന് കണ്ടുകൊണ്ടാണ് തൽക്കാലത്തേക്ക് പാലം എന്നുള്ള നിലയ്ക്ക് നമുക്ക് ആദ്യം അത് കൈകാര്യം ചെയ്യാം. സ്വാഭാവികമായിട്ടും ആളുകൾക്ക് അത് അത്രയും തന്നെ മതിയാകും. ഭാവിയിൽ വികസനം വരുമ്പോൾ നമുക്ക് അല്പം കൂടി വലുതാക്കുന്ന കാര്യം ആലോചിക്കാം എന്ന് തീരുമാനിച്ചാണ് പാലം നിർമ്മാണത്തിന് വേണ്ടിയിട്ടുള്ള തുക നമ്മൾ അനുവദിച്ചത്. ആദ്യം നമ്മൾ ഭൂമി ഉൾപ്പെടെ നോക്കിയപ്പോൾ 2 കോടിക്ക് മുകളിൽ പോകും, ഭൂമിയുടെ വിലയും എല്ലാം കൂടെ ചേർത്തിട്ട്. അപ്പോൾ അത് ഉടൻ തന്നെ നടക്കില്ല എന്നുള്ളത് കൊണ്ടാണ് നമ്മൾ പാലം എന്നുള്ള നിലയ്ക്ക് അത് ചെയ്യണമെന്ന് തീരുമാനിച്ച് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അപ്പോൾ ആ ചെയ്യുന്ന പാലം വലിയ ലോറികളും മറ്റുമൊക്കെ കടന്നു പോകാൻ തക്ക നിലയിൽ, പര്യാപ്തമായ നിലയിൽ തന്നെയാണ് PWD നിർമ്മിക്കുന്നത്. അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള കരാറ് എടുത്തിട്ടുണ്ട്. സുരേഷ് കുമാർ എന്ന് പറയുന്ന ഒരു കോൺട്രാക്ടറാണ് ഈ കരാറ് ഇവിടെ നിർവഹണത്തിന് വേണ്ടിയിട്ട് മുന്നോട്ട് വന്നിട്ടുള്ളത്. സമയബന്ധിതമായി അത് പൂർത്തീകരിക്കുന്നതിന് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരുടെ സൂപ്പർവിഷനും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടാകുമെന്ന കാര്യം കൂടി ഞാൻ ഈ അവസരത്തിൽ നിങ്ങളോട് സൂചിപ്പിക്കുകയാണ്. മൂലിയത്തോപ്പ് പാലം സമയബന്ധിതമായി പൂർത്തീകരിക്കാൻ തീർച്ചയായിട്ടും നമ്മുടെ ഉദ്യോഗസ്ഥരെല്ലാം ഇവിടെയുണ്ട്. അവരുടെ പ്രത്യേകമായ ശ്രദ്ധയുണ്ടാകും. ജനങ്ങളുടെ സഹകരണത്തോടു കൂടി നമുക്ക് എന്തെങ്കിലുമൊക്കെ കുറവുകളുണ്ടെങ്കിൽ അത് പ്രത്യേകമായിട്ട് പരിഗണിക്കണം. നേരത്തെ അജിത്ത് പറഞ്ഞതുപോലെ മുൻ മേയർ ഇവിടെ ഇരിപ്പുണ്ട്, മുൻ കൗൺസിലർ ഇവിടെ ഇരിപ്പുണ്ട്, ശ്രീ മാലി അദ്ദേഹം ഇവിടെ ഇരിപ്പുണ്ട്. അവരൊക്കെ കണ്ട സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ, അവർക്കൊപ്പം ചേരാൻ എനിക്കും കൂടി കഴിഞ്ഞു എന്നുള്ളത് അങ്ങേറ്റം സന്തോഷമുള്ള ഒരു കാര്യമാണ്. ഇവിടുത്തെ കൂട്ടായ്മയാണ് ഈ കാര്യങ്ങൾക്കെല്ലാം ഗുണമായി മാറിയത്. നേരത്തെ ഈ പ്രദേശത്തെ നല്ലവരായ ജനങ്ങളോട് ഞാൻ പ്രത്യേകം നന്ദി പറയുന്നു. അവര് എന്ത് കാര്യങ്ങൾക്കും നമ്മളുമായി സഹകരിക്കുന്നവർ, അവിടുത്തെ അസോസിയേഷൻ ആയാലും ജനങ്ങളായാലും അവരുടെ പൂർണ്ണമായിട്ടുള്ള പിന്തുണ എല്ലാ കാര്യങ്ങൾക്കും ഞങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട്. അത് ഇനിയും ഉണ്ടാകണമെന്ന് മാത്രം ഈ അവസരത്തിൽ അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ മൂലിയത്തോപ്പ് പാലത്തിന്റെ നിർമ്മാണ പ്രവൃത്തിയുടെ ഉദ്ഘാടനം ഇവിടെ കൂടിയിരിക്കുന്ന മുഴുവൻ പേരുടെയും അനുഗ്രഹത്തോടു കൂടി നിർവഹിച്ചതായിട്ട് അറിയിച്ച് വാക്കുകൾ ചുരുക്കുന്നു. ഏവർക്കും നന്ദി, നമസ്കാരം. പ്രിയമുള്ളവരെ,
മുട്ടട വാർഡിൻ്റെ ആദ്യ കൗൺസിലറും കേശവാസനം വാർഡിൻ്റെ കൗൺസിലറുമായിരുന്ന നഗരസഭയുടെ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ ചെയർപേഴ്സണുമായിരുന്ന പ്രിയങ്കരനായിട്ടുള്ള ശ്രീ വിനോദ് കുമാർ മാലിയെ ഏറെ സ്നേഹത്തോടു കൂടി ക്ഷണിക്കുന്നു. ആദരണീയനായ വട്ടിയൂർക്കാവ് നിയോജക മണ്ഡലത്തിൻ്റെ വികസന പ്രവർത്തനങ്ങളിൽ ധീരമായി മുമ്പോട്ട് പോകുന്ന MLA ശ്രീ VK പ്രശാന്ത് അവർ, ഈ വേദിയിലും സദസ്സിൽ ഉപവിഷ്ടരായിരിക്കുന്ന പ്രിയങ്കരെ, എൻ്റെ സഹപ്രവർത്തകരെ, സുഹൃത്തുക്കളെ, ഒരു പ്രസംഗത്തിലേക്ക് പോകുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. നിങ്ങളുടെ ഈ ലൈൻ തെറ്റിയാണ് ഞാനിവിടെ വന്നിരിക്കുന്നത്. കൂടുതൽ സമയം ഇവിടെ ഇരിക്കാനുള്ള ഒരു സാഹചര്യം ഇല്ലാത്ത സാഹചര്യത്തിൽ എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് പോകണം എന്നുള്ളതുകൊണ്ടാണ് നമ്മുടെ ജനനായകർ സംസാരിക്കുന്നതിന് മുമ്പ് തന്നെ 2 വാക്ക് സംസാരിക്കുവാൻ എനിക്ക് അവസരം തന്നത് നന്ദിയുണ്ട്. മറ്റൊന്നും തന്നെ പറയുവാനില്ല. പലരും ഇവിടെ സൂചിപ്പിച്ചതുപോലെ 1995, 2000 കാലഘട്ടത്തിൽ അന്ന് നമ്മുടെ ദേശവാസിയായിരുന്ന ഒരു എഞ്ചിനീയർ, ഇന്ന് ജീവിച്ചിരിപ്പില്ലാത്ത ഒരു രാജപ്പൻ പിള്ള അവരുടെ സൗജന്യമായ ഇടപെടൽ മൂലം ഈ പാലത്തിന് സ്ട്രക്ചറൽ ഡിസൈനും എസ്റ്റിമേറ്റും ഒക്കെ തയ്യാറാക്കി നഗരസഭയുടെ ഓൺ ഫണ്ട് ഉപയോഗിച്ച് അത് നിർമ്മിക്കുവാനുള്ള പരിശ്രമങ്ങൾ നടത്തുകയും നേരത്തെ MLA സൂചിപ്പിച്ചതുപോലെ ടെൻഡർ വിളിക്കുകയും ചെയ്തതെങ്കിലും അന്ന് പണത്തിൻ്റെ കുറവ് എന്ന നിലയിൽ തന്നെ അത് നടക്കാതെ പോയതാണ്. അന്നു മുതൽ ജനകീയാസൂത്രണവുമായി ബന്ധപ്പെട്ട വാർഡ് തല സമിതികൾ നിർദ്ദേശിച്ച തരത്തിൽ എടുത്ത ഈ പദ്ധതി ഏറെക്കാലത്തിന് ശേഷം ഏറ്റവും പ്രിയങ്കരനായ നമ്മുടെ MLA ശ്രീ പ്രശാന്ത് അവരുടെ നേതൃത്വത്തിൽ നടത്തുവാൻ കഴിയുന്നുള്ളതിൽ വെച്ച് ഏറ്റവും അഭിമാനത്തോടു കൂടി ആ കാര്യത്തെ കാണുകയും അദ്ദേഹത്തിൻ്റെ പൊതുപ്രവർത്തന ചരിത്രത്തിൽ കൂടുതൽ ഏടുകൾ തുന്നിച്ചേർക്കുവാൻ അദ്ദേഹത്തിന് കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ടും ഈ പ്രവർത്തനങ്ങൾക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു. നന്ദി, നമസ്കാരം. മുട്ടട വാർഡിൻ്റെ മുൻ കൗൺസിലറും മുട്ടടയുടെ അഭിമാനമായി തിരുവനന്തപുരം നഗരസഭയുടെ മുൻ മേയറായി തിരഞ്ഞെടുക്കപ്പെടുകയും ചെയ്ത പ്രിയങ്കരിയായിട്ടുള്ള ബഹുമാനപ്പെട്ട അഡ്വക്കേറ്റ് K. ചന്ദ്രികയെ ഏറെ സ്നേഹത്തോടു കൂടി ക്ഷണിക്കുന്നു. എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. 1/4 നൂറ്റാണ്ടിൻ്റെ സ്വപ്നമാണ് ഇന്നിവിടെ സാക്ഷാത്കരിക്കുന്നത്. 2000-ലാണ് മുട്ടട വാർഡ് ഉണ്ടാകുന്നതെന്നാണ് എൻ്റെ ഓർമ്മ. അന്ന് ആദ്യത്തെ കൗൺസിലർ മുട്ടട വാർഡിൻ്റെ മാലിയണ്ണനായിരുന്നു. മുട്ടട കേശവദാസുരം, അതിൽ മുട്ടട വനിതാ വാർഡായപ്പോഴാണ് മുട്ടട വാർഡിൻ്റെ കൗൺസിലറായിട്ട് ഞാൻ വരുന്നത്. അത് കഴിഞ്ഞ് അടുത്ത ടേണിലും മത്സരിച്ച് തിരുവനന്തപുരത്തിൻ്റെ മേയറാവുകയും ചെയ്തു. എൻ്റെ മുമ്പിലിരിക്കുന്ന നിങ്ങളെല്ലാവരും, അതുപോലെ തന്നെ ഇനിയിപ്പോൾ ഇവിടെ എത്താത്ത എൻ്റെ പാർട്ടി സഹാക്കളെല്ലാം എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് പ്രാണവായു പോലെയാണ്. അവരില്ലാതെ മുമ്പോട്ട് പോകാൻ കഴിയില്ല എന്നതാണ് ഒരു വസ്തുത. ഇതിപ്പോൾ നിരവധിയായ വികസന പ്രവർത്തനങ്ങൾ ഈ മുട്ടട വാർഡിന് ഈ കാലയളവിൽ 25 വർഷം കൊണ്ട് നേടിയെടുക്കാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. ചെറുതും വലുതുമായിട്ടുള്ള നിരവധിയായ പ്രവർത്തനങ്ങൾ അത് ഇവിടെ ഇരിക്കുന്ന മുഴുവൻ ആളുകൾക്കും അറിയും. ഞാൻ അധ്യക്ഷ പദവിയിലേക്ക് വരുമ്പോൾ അന്ന് മുട്ടട വാർഡിലെ റെസിഡൻസ് അസോസിയേഷൻ എല്ലാം കൂടി ചേർന്ന് നമ്മുടെ ഫോറം എന്ന് പറഞ്ഞൊരു സംഘടന രൂപീകരിച്ചു. കാരണം 100 ആളുള്ള അധ്യക്ഷ സ്ഥാനത്തിരിക്കുമ്പോൾ എല്ലായിടത്തും എത്തിച്ചേരാൻ എനിക്ക് പറ്റില്ല എന്നുള്ളതിൻ്റെ ഒരു തിരിച്ചറിവിൻ്റെ ഭാഗമായിട്ടാണ് മറക്കിൻ്റെ ഒപ്പുകൂടെ ചേർന്ന് മറക്കിന് സാറൊക്കെ ഉണ്ട്, അശ്വിൻ സാറ് എല്ലാവരും കൂടെ ചേർന്ന് ഫോറമുണ്ടാക്കി. അതിലിവിടെയുള്ള എല്ലാവരും ഉണ്ട്, ധനേഷ് ഉണ്ട്, ഷാജി ഉണ്ട്, എല്ലാവരും ഉണ്ട്. അവരെല്ലാവരും കൂടെ ചേർന്നുകൊണ്ടാണ് വാസ്തവത്തിൽ ഈ മുട്ടട കേശവദാസുരം വാർഡുകളുടെ വികസന പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിച്ചത് എന്ന് പറയാതിരിക്കുന്നില്ല. ഞാനല്ല വാസ്തവത്തിൽ അതൊന്നും ഏറ്റെടുത്ത് നടക്കുക. അവർ നിർദ്ദേശിച്ച കാര്യങ്ങൾ നടപ്പാക്കാൻ ശ്രമിക്കുക മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ. അത് ആലപ്പുറം കുളത്തിൻ്റെ കരയിലിരിക്കുന്ന കെട്ടിടം അടക്കം അതൊന്നും എൻ്റെ തലയിൽ ഉദിച്ച ബുദ്ധിയും
കാര്യങ്ങളും ഒന്നുമല്ല. അതൊക്കെ തന്നെ ഈ ഇവിടെ ഇരിക്കുന്ന റെസിഡൻസ് അസോസിയേഷൻ്റെ ഭാരവാഹികളും അതുനി സാറും മാറയ്ക്കലും ശിവൻ സാറും ഒക്കെ കൂടെയാണ് അവിടെ നമുക്കൊരു കെട്ടിടം കിട്ടിയാലെന്താ എന്നൊക്കെ ഇങ്ങോട്ട് ചോദിക്കുന്നത്. അങ്ങനെയാണ് അവിടെ ഒരു നല്ല കെട്ടിട സമുച്ചയവും നമ്മുടെ കുടുംബാരോഗ്യ കേന്ദ്രവും ഒക്കെ നമുക്ക് ഉണ്ടായത് ഇവിടുത്തെ റെസിഡൻസ് അസോസിയേഷൻ്റെ അകമഴിഞ്ഞ, അതുപോലെ കുടുംബശ്രീക്കാരുടെ കുടുംബശ്രീ ആയിരുന്നു വാസ്തവത്തിൽ അന്ന് ഈ ആർക്കൊക്കെ പെൻഷൻ കൊടുക്കണം അതെല്ലാം തീരുമാനിക്കുന്ന അവരായിരുന്നു. അവരുടെയിലാണ് അവർ വന്ന് കളക്ട് ചെയ്തുകൊണ്ട് പോകും, ഫോമൊക്കെ കളക്ട് ചെയ്തുകൊണ്ട് പോയി ചെന്ന് എല്ലാം കൊണ്ടുവന്ന് എനിക്ക് വേണ്ടി. കാരണം 100 തലസ്ഥാനത്തിന് 100 നഗരസഭ വാർഡുകളിൽ ഓടിപ്പോകേണ്ട ഒരു മേയർക്ക് എല്ലാവരുടെയും അടുക്കൽ ഓടിയെത്താൻ കഴിയില്ല എന്നുള്ളത് കൊണ്ട് എല്ലാവരും മേയറായിരുന്നു എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. മുട്ടട വാർഡിലോട്ട് മുഴുവൻ ആളുകൾ ആ ഒരു സ്റ്റാറ്റസിലാണ് അവർ പ്രവർത്തിച്ചിരുന്നത്. ആ ഒരു പ്രവർത്തനത്തിൻ്റെ വലിയ മെച്ചം തീർച്ചയായിട്ടും ഈ വാർഡിനുണ്ടായി എന്ന് പറയാതിരിക്കാൻ വയ്യ. ഓരോരുത്തരും, അത് ജോസഫ് ജെയിൻ അടക്കം ആ ഏരിയയിലെ കാര്യങ്ങളും കേണി ഭാഗത്തെ കാര്യങ്ങൾ, അവിടെ വെള്ളക്കെട്ടുണ്ടാകുന്നത് ഇല്ലാതാക്കാനുള്ള പ്രവർത്തനങ്ങൾ, അതെല്ലാം തന്നെ അവർ ആണ് അതിൻ്റെ മാർഗനിർദ്ദേശങ്ങൾ എൻ്റെ മുമ്പിലോട്ട് കൊണ്ടുവരികയും അത് നടപ്പാക്കാനുള്ള ഒരു ഇച്ഛാശക്തി എനിക്ക് ഉണ്ടാകുകയും ചെയ്തതെല്ലാം ആ രീതിയിലുള്ള പ്രവർത്തനങ്ങളുടെ ഫലമായിട്ടാണ് എന്ന് പറയാതിരിക്കാൻ. ഈ അവസരത്തിൽ ഞാൻ അതൊക്കെ ഓർക്കുകയാണ്. കാരണം 1000 കൈകൾ എന്നതുപോലെ എനിക്ക് 1000 കൈ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ അത് ശരിക്കും സത്യമാണ്. കാരണം എല്ലാവരും എൻ്റെ കൈകളായിരുന്നു, മനസ്സായിരുന്നു. അങ്ങനെ ഏറ്റെടുത്ത പ്രവൃത്തിയാണ് മുട്ടട വാർഡിനെ മുട്ടട വാർഡാക്കി മാറ്റിയത്. ഇനിയിപ്പോൾ ആ തെളിഞ്ഞ് കിടക്കുന്ന അതിൽ കൂടി ആ ഭരണരഥം അങ്ങ് ഉരുട്ടിക്കൊണ്ട് പോവുക മാത്രമാണ് ചെയ്യേണ്ടത് എന്നാണ് എനിക്ക് വളരെ വിനയത്തോടു കൂടി പറയാനുള്ളത്. ആ ഒരു എന്താ പറയുക സപ്പോർട്ട്, അതുപോലെ ലക്ഷ്മി നഗർ സുനിലൊക്കെ എനിക്കറിയാം ഏത് വിളിപ്പുറത്തും ഓടിയെത്തുന്ന ആളായിരുന്നു. ഒന്ന് വിളിച്ചാൽ മതിയായി ഓടിയെത്തുമായിരുന്നു. അങ്ങനെ ഓരോരുത്തരും ജോയി പറയാട്ടിൽ എന്തോ ഉണ്ടെങ്കിലും ജോയിയാണ് ഓടി വരുന്നത് എന്ത് കാര്യത്തിനും. അങ്ങനെ യഥാർത്ഥത്തിൽ മുഴുവൻ ആളുകളുടെയും സഹായത്തോടു കൂടി ഒരു മേയർക്ക് ഇങ്ങനെ പ്രവർത്തിക്കാമെന്നതിൻ്റെ ഒരു മാതൃകയായിരുന്നു വാസ്തവത്തിൽ മുട്ടട വാർഡ് എന്ന് പറയാതിരിക്കാൻ വയ്യ. ആ കാലഘട്ടത്തിൽ എനിക്ക് തന്ന ഏറ്റവും വലിയ സപ്പോർട്ടിന്, സ്നേഹത്തിന്, സ്നേഹമെന്ന് പറഞ്ഞാൽ അളവില്ലാത്ത സ്നേഹത്തിന് എന്ന് തന്നെ പറയാം. ആ അളവില്ലാത്ത സ്നേഹത്തിന് എങ്ങനെ നന്ദി പറയണമെന്ന് എനിക്കറിയത്തില്ല. ഗോപു ഇലക്ഷൻ സമയത്ത് ആദ്യത്തെ ഇലക്ഷൻ തൊട്ട് എനിക്കറിയാം. ഗോപുവിൻ്റെ ഓട്ടം എനിക്ക് ഓർമ്മയുണ്ട് ഇലക്ഷൻ സമയത്തൊക്കെ എൻ്റെ കൂടെ. ഇപ്പോഴും നമ്മുടെ മുമ്പിൽ വന്നിരിപ്പുണ്ട് ഓരോ കാര്യത്തിന് വേണ്ടി. കൈരളി നഗറിലെ ആ വെള്ളക്കെട്ട് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് അവിടെ ആ തോട് ഉണ്ടാക്കുന്നതിന് മുമ്പിൽ നിന്നുകൊണ്ട് പ്രവർത്തിച്ചാണ് അങ്ങായിരുന്ന സാറും ഇവരെല്ലാവരും. ഓരോരുത്തരെയും ഞാൻ പേരെടുത്ത് പറയുന്നില്ല, മുമ്പിലിരിക്കുന്ന മുഴുവൻ ആളുകളും അവരവരുടേതായിട്ടുള്ള പങ്ക് വഹിച്ചുകൊണ്ടാണ് മുട്ടട വാർഡിനെ മുട്ടട വാർഡാക്കി മാറ്റിയത്. ഇനിയും ഈ വാർഡ് നമ്മുടെ കയ്യിൽ തന്നെ ഇരിക്കണമെന്നാണ് എനിക്ക് നിങ്ങളോട് വളരെ വിനയത്തോടുകൂടി അഭ്യർത്ഥിക്കാനുള്ളത്. ആർക്കും വിട്ടുകൊടുക്കാതെ നെഞ്ചോട് ചേർത്ത് പിടിച്ചുകൊണ്ട് ഈ മുട്ടട വാർഡിനെ ഇടതുപക്ഷത്തോടൊപ്പം നിർത്തി നമുക്ക് മുമ്പോട്ട് പോയി ഇനിയും വികസന പ്രവർത്തനങ്ങൾ ഒരുപാടുണ്ടാക്കാമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇവിടെ എത്തിയിരിക്കുന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. നന്ദി, നമസ്കാരം. വട്ടിയൂർക്കാവ് മണ്ഡലത്തിൻ്റെ എല്ലാ മേഖലയിലുമുള്ള എല്ലാ വാർഡുകളെയും 14 വാർഡുകളെയും ഒരുപോലെ കണ്ടുകൊണ്ട് അവിടെയുള്ള 26 വാർഡുകളെയും ഒരുപോലെ കണ്ടുകൊണ്ട് ആ വാർഡുകളിൽ ഒക്കെ തന്നെ അവിടുത്തെ ജനപ്രതിനിധി ആരായാലും അത് കോൺഗ്രസ് എന്നോ BJP എന്നോ LDF എന്നോ ഒന്നും നോക്കാതെ മുഴുവൻ വാർഡുകളിലേക്കും വികസനം കൊണ്ടുവരുന്നതിനുള്ള പ്രവർത്തനമാണ് നമ്മുടെ പ്രിയങ്കരനായിട്ടുള്ള MLA ഏറ്റെടുത്തിട്ടുള്ളത്. അങ്ങനെ നമുക്ക് അനുകൂലമായിട്ടുള്ള ഒരു രാഷ്ട്രീയ സാഹചര്യം, നമുക്ക് അനുകൂലമായിട്ടുള്ള ഒരു MLA ഈ നമുക്ക് ലഭിച്ചു എന്നതുകൊണ്ടാണ് തീർച്ചയായും ഇത് നമുക്ക് സാക്ഷാത്കരിക്കാൻ കഴിഞ്ഞത്. അതുകൊണ്ട് തീർച്ചയായും എല്ലാവരും നമ്മുടെ പ്രിയങ്കരനായിട്ടുള്ള MLAയോട് കടപ്പെട്ടിരിക്കുകയാണ്. രാഷ്ട്രീയത്തിന് അതീതമായി റെസിഡൻസ് അസോസിയേഷനുകളുടെ ഇവിടുത്തെ ജനങ്ങളുടെയും ഒക്കെ തന്നെ എല്ലാവിധ സഹായത്തോടു കൂടി പിന്തുണയോടുകൂടി നമുക്ക് ഇനിയും മുട്ടട വാർഡിനെ വലിയ വികസനം മറ്റ് വാർഡുകളിൽ നിന്നും അപ്പുറത്തേക്ക് ഒരുപടി കൂടി കടന്നുകൊണ്ട് വലിയൊരു വികസനം ഉണ്ടാക്കാൻ കഴിയും. അതിനു വേണ്ടിയിട്ടുള്ള എല്ലാ സഹായ സഹകരണവും എല്ലാവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകണമെന്ന് സവിനയം അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ ചടങ്ങിന് എല്ലാവിധ ആശംസകളും അർപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകളെ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം. സംഘടനാ സമിതിയുടെ ചെയർമാൻ ശ്രീ ജോസഫ് വിജയൻ. ഈ മോലേത്തോപ്പ് പാലത്തിൻ്റെ ചരിത്രം നമ്മളെല്ലാവരും കൂടെ കേട്ടതാണ്.
95 മുതലുള്ള സ്വപ്നം, 30 വർഷത്തെ സ്വപ്നമാണ് പൂവണിയുന്നത്. സാധാരണയായി കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിൻ്റെ കമ്മിറ്റികളിൽ പറയുന്ന കാര്യങ്ങൾ പുറത്തു പറയാറില്ല. ഞങ്ങളുടെ ഒരു സമ്മേളനത്തിൽ വന്ന ഒരു ചർച്ച പുറത്ത് പറയാവുന്നതായതുകൊണ്ട് ഞാൻ ഈ അവസരത്തിൽ പറയുകയാണ്. ഞങ്ങളുടെ ഒരു സമ്മേളനത്തിൽ വന്ന ഒരു ചർച്ച, ഈ മൂലേത്തോപ്പ് പാലം എന്ന് പറഞ്ഞ് കുറേ നാളായി പറയുന്നു. ഇത് ഈ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടിയല്ലേ ഇത് പറയുന്നത്? അത് ഓർക്കുന്നവർ അപൂർവം പേരെങ്കിലും ഇവിടെ ഉണ്ടാകുമെന്ന് ഞാൻ കരുതുകയാണ്. ഞാനന്ന് അങ്ങനെ ചർച്ച ചെയ്ത സഖാവിനോട് പറഞ്ഞു, ഇത് ആരുടെയും കണ്ണിൽ പൊടിയിടാൻ വേണ്ടിയല്ല. കാലാകാലങ്ങളായി ഇതിന് ഒരുപാട് തടസ്സങ്ങൾ വന്നു. പക്ഷേ ഇപ്പോൾ ഇത് നടപ്പിലാക്കാൻ വേണ്ടിയാണ് തീരുമാനിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഇത് നടപ്പിലാകും. സഖാവ് ധൈര്യമായി എല്ലാവരോടും പറഞ്ഞോളൂ, മൂലത്തോപ്പ് പാലം യാഥാർത്ഥ്യമാകും എന്ന് ധൈര്യമായി പറഞ്ഞോളാൻ പറഞ്ഞു. MLA കുറിച്ച് ഇപ്പം നേരത്തെ സഖാക്കൾ പറഞ്ഞു, പ്രിയങ്കരായ ജനപ്രതിനിധികൾ പറഞ്ഞു. MLAയോട് ആവർത്തിച്ച് ഞങ്ങൾ പറയുമ്പോൾ ഞങ്ങൾ മാറി മാറി പറയും. അംശു പറയും, അജിത്ത് പറയും, ഗീതാ ഗോവത്സവ് പറയും, മുൻ മേയർ പറയും, ഞാൻ പിന്നെ പറയും. അപ്പോൾ ഇത് MLA പിന്നെ ഇത് ഇങ്ങനെ പറച്ചിൽ സഹിക്കാൻ വയ്യാതായപ്പോൾ MLA ഒരു മറുപടി പറഞ്ഞു, എടേ ഞാൻ എന്തെങ്കിലും മൈക്കിൽ കൂടെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നടന്നിട്ടുണ്ട്. ഇതാണ് MLA ഏറ്റവും ഒടുവിൽ പറഞ്ഞ വാചകം. അതോടെ ഞങ്ങൾക്ക് ഉറപ്പായി, മൂലത്താപ്പ് പാലം ഞങ്ങളുടെ മനസ്സിൽ ആ വാചകത്തോടെ ഉറപ്പായി. ഇന്നത് യാഥാർത്ഥ്യമായി മാറിയിരിക്കുകയാണ്. സാമൂഹ്യമായി ഓടിച്ചു നടക്കുന്ന ഒരു വാർഡാണ് ഇത് എന്നുള്ളത് യാതൊരു സംശയവുമില്ല. ഒരുപാട് പല വിഭാഗത്തിലുള്ള ജനവിഭാഗങ്ങൾ വന്ന് താമസിക്കുന്നവരും ഇവിടെ പാരമ്പര്യമായി ഉള്ളവർ എല്ലാവരും ചേർന്ന് വളരെ സാഹോദര്യത്തോടെ കഴിയുന്ന വളരെ മനോഹരമായ ഒരു നാടെന്ന് പറഞ്ഞാൽ അതിലൊട്ടും അതിശയോക്തിയില്ല എന്ന് ഞാൻ കരുതുകയാണ്. ഇപ്പോൾ MLA ഈ ചെയ്യുന്നതിലൊക്കെ ഉപരിയായി ഇവിടെ പലരും സൂചിപ്പിച്ചതാണ്, ഈ തോടെന്ന് പറയുന്നത്, പട്ടം തോടെന്ന് പറയുന്നത് കുളപ്പനക്കുന്നിൽ നിന്ന് തുടങ്ങി കണ്ണമ്മൂലയിൽ അവസാനിക്കുന്നതാണ്. നമ്മുടെ പ്രദേശത്ത് മാത്രമുള്ള അല്ലല്ലോ. ഈ തോടിൻ്റെ നിരന്തരമായ ഈ പുനരുദ്ധാരണ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് ഈ തോട് ശുദ്ധീകരിക്കുന്നതിന്, ഈ തോടിൻ്റെ ചെളിയും അഴുക്കും നീക്കം ചെയ്യുന്നതിന്, ഇതിന് പാർശ്വഭിത്തികളില്ലാത്ത സ്ഥലങ്ങളിൽ പുതിയ പാർശ്വഭിത്തികൾ നിർമ്മിക്കുന്നതിന് വീണ്ടും 3.5 കോടി രൂപയും കൂടി MLA അനുവദിപ്പിച്ചിരിക്കുകയാണ്. എന്നാലും പൂർത്തിയാകില്ല. എന്നാലും ഈ തോടിൻ്റെ കുടപ്പലക്കുന്ന് മുതൽ അങ്ങ് കണ്ണമ്മൂല വരെയുള്ള പ്രദേശങ്ങളിൽ ഇരുവശങ്ങളിൽ പൂർണ്ണമായും പാർശ്വഭിത്തി നിർമ്മിക്കാൻ ഇതുകൊണ്ട് കഴിയുമെന്ന് ചോദിച്ചാൽ അതും കഴിയില്ല. പക്ഷേ ഇതൊരു ചെറിയ കാര്യമല്ല. 1 വർഷം കൊണ്ട് 1 കിലോമീറ്റർ കെട്ടി. ഈ തോടിൻ്റെ നീളമെന്ന് പറയുന്നത് 9 കിലോമീറ്ററാണ്. അങ്ങനെ അങ്ങനെ ഒരു കാര്യം കൂടിയുണ്ട്. പക്ഷേ ഏറ്റവും അത്യാവശ്യമുള്ള സ്ഥലങ്ങളിൽ ഇത് കെട്ടിയിരിക്കും. ഇപ്പോൾ ഈ യോഗം തുടങ്ങുന്നതിന് മുമ്പ് 3-4 പേര് എന്നോട് വന്ന് പറയുകയായിരുന്നു, നമുക്ക് പ്രിയപ്പെട്ടവരാണ് അവരെല്ലാവരും. ഈ തോടിൻ്റെ ഇരുവശവും താമസിക്കുന്നവരെ സംബന്ധിച്ച് അവർക്ക് പല ഭീഷണികളുമുണ്ട്. മണ്ണിടിഞ്ഞ് വീഴുകയും തോടിൻ്റെ പാർശ്വഭിത്തിയിടുകയും ഒക്കെ ചെയ്യുന്ന ഭീഷണിയുണ്ട്. അതിനെല്ലാം പരിഹാരം കാണുന്നതിന് വികസനം റോഡുകൾ മാത്രമല്ല, ഈ പാർശ്വവൽക്കരിക്കപ്പെട്ടവർക്ക് കൂടി അത് അവരുടെ കൈപ്പിടിയിൽ ഒതുങ്ങുന്ന രീതിയിലേക്കുള്ള വികസനത്തിന് ആവശ്യമായ കാര്യങ്ങൾ നിങ്ങളുടെ ഏവരുടെയും സഹകരണത്തോടുകൂടി ഉണ്ടാകും എന്ന് ഉറപ്പ് നൽകിക്കൊണ്ട് ഈ സമ്മോഹനമായ മുഹൂർത്തത്തിന് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് എൻ്റെ വാക്കുകൾ വെച്ചിരിക്കുന്നു. നന്ദി. നമ്മുടെ ഈ പ്രവൃത്തിയുടെ റിപ്പോർട്ട് അവതരിപ്പിക്കുന്നതിന് AXC ശ്രീ ബിജുവിനെ. നമസ്കാരം. തിരുവനന്തപുരം ജില്ലയിലെ വട്ടിയൂർക്കാവ് നിയോജക മണ്ഡലത്തിൽ പട്ടംതോടിന് കുറുകെ നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്ന ഒരു പാലമാണ് മൂലത്തോപ്പ് പാലം. ഈ പ്രവൃത്തിക്ക് വേണ്ടി 2025-26 സാമ്പത്തിക വർഷം 75 ലക്ഷം രൂപ വകയിരുത്തുകയും ആയതിൻ പ്രകാരം ഭരണാനുമതി ലഭിക്കുകയും അതിന് അംഗീകാരം ലഭിക്കുകയും എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ നിരത്ത് വിഭാഗം സാങ്കേതികാനുമതി നൽകി ടെൻഡർ ക്ഷണിക്കുകയും ചെയ്തു. ഇതിൽ സുരേഷ് കുമാർ എന്ന കരാറുകാരൻ പ്രവൃത്തി ഏറ്റെടുക്കുകയും ചെയ്തിട്ടുണ്ട്. പ്രസ്തുത പ്രവൃത്തിയിൽ പൈൽ ഫൗണ്ടേഷൻ നടത്തി പട്ടംതോടിന് കുറുകെ പാലം നിർമ്മിക്കാനാണ് തുക വകയിരുത്തിയിരിക്കുന്നത്. ഈ റോഡിൻ്റെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ച ബഹുമാനപ്പെട്ട MLA ശ്രീ VK പ്രസാദ് അവர்களுടെ നന്ദി ഈ അവസരത്തിൽ അറിയിക്കുന്നു. ഈ പാലം നിർമ്മിക്കാൻ എല്ലാ സഹായവും പ്രതീക്ഷിച്ചുകൊണ്ട് ഈ ചടങ്ങിൽ പങ്കെടുത്ത കൗൺസിലർമാർ, വിവിധ രാഷ്ട്രീയ കക്ഷി പ്രതിനിധികൾ, എല്ലാ നല്ലവരായ നാട്ടുകാരെയും നന്ദി അറിയിച്ചുകൊണ്ട് ഈ സാങ്കേതിക റിപ്പോർട്ട് ഇവിടെ സമർപ്പിക്കും. നമ്മുടെ റെസിഡൻസ് അസോസിയേഷനുകൾ
നമ്മളെ MLAക്ക് ഒരു ആദരവ് കൊടുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അവരിതിന് ക്ഷണിക്കുകയാണ്. നമ്മുടെ അസോസിയേഷൻ്റെ വിവിധ ഭാരവാഹികൾ ഇവിടെ ഉണ്ട്. ശ്രീ ഗോപകുമാർ സാറുണ്ട്, ടോമി ജോസഫ് സാറുണ്ട്, കെ മോഹനചന്ദ്രൻ നായർ, സ്റ്റാൻലി തോമസ്, മാറക്കൽ വിജയകുമാർ, ജി മാത്തുണ്ണി പണിക്കർ അടക്കമുള്ള നമ്മുടെ റെസിഡൻസ് അസോസിയേഷൻ്റെ ഭാരവാഹികൾ മുഴുവൻ ആളുകളും ഇവിടെയുണ്ട്. എല്ലാവരുടെയും ആശംസകൾ കൂടി അറിയിച്ചുകൊണ്ട് ഈ ആദരവ് നൽകുന്നതിന് വേണ്ടി ഏറെ സ്നേഹത്തോടു കൂടി അത് ക്ഷണിക്കുക. അതുപോലെ കൈരളി നഗർ റെസിഡൻസ് അസോസിയേഷനെ മലപ്പാലം റെസിഡൻസ് അസോസിയേഷൻ, കൈരളി നഗർ, ഈ യോഗത്തിന് നന്ദി അറിയിക്കുന്നതിന് സംഘാടക സമിതിയുടെ കൺവീനർ കൂടിയായിട്ടുള്ള ശ്രീ എസ് ധനേഷ് കുമാറിനെ സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. പ്രിയപ്പെട്ട അധ്യക്ഷൻ, ഇവിടെ നമ്മുടെ മൂലയത്തോപ്പ് പാലത്തിൻ്റെ നിർമ്മാണോദ്ഘാടനം നിർവഹിച്ച MLA VK പ്രശാന്ത്, ഈ വേദിയിലും സദസ്സിലുമുള്ള ബഹുമാന്യര്, ഏതാണ്ട് ഈ ഡ്രെയിനേജ് റോഡ് വന്ന കാലം മുതൽ ഈ മൂലയത്തോപ്പ് പാലം വരണമെന്ന് അതിനുവേണ്ടി പരിശ്രമിക്കുകയും ഇന്നത് യാഥാർത്ഥ്യമാക്കാൻ സാധിക്കുകയും ചെയ്തതിന് നമ്മുടെ പ്രിയപ്പെട്ട MLA സഖാവ് VK പ്രശാന്തിൻ്റെ ശ്രമഫലമായാണ് ഇന്നിപ്പോൾ നടപ്പിലാക്കിയിട്ടുള്ളത്. അതിനിവിടെ ഈ മുഹൂർത്തത്തിൽ ഇവിടെ എത്തിയിട്ടുള്ള സഖാവ് VK പ്രശാന്തിന് ഈ വാർഡ് കമ്മിറ്റിയുടെ മുട്ടട വാർഡ് കമ്മിറ്റിയുടെ പേരിൽ നന്ദി രേഖപ്പെടുത്തുന്നു. അതോടൊപ്പം ഇതിനുവേണ്ടി പരിശ്രമിച്ച ഈ വാർഡിൻ്റെ കൗൺസിലർമാരായ സഖാവ് അംശു വാമദേവൻ, അജിത് രവീന്ദ്രൻ എന്നിവർക്കും മുട്ടട വാർഡ് കമ്മിറ്റിയുടെ പേരിൽ നന്ദി രേഖപ്പെടുത്തുന്നു. അതോടൊപ്പം യോഗത്തിൽ പങ്കെടുത്തിരിക്കുന്ന മുൻ മേയർ അഡ്വക്കേറ്റ് ചന്ദ്രിക, മുൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഗീതാ ഗോപാൽ, ഇവിടെ നേരത്തെ പങ്കെടുത്തിരുന്ന മാലിയണ്ണൻ, ഇവിടെ പങ്കെടുത്തിട്ടുള്ള റെസിഡൻസ് അസോസിയേഷനിലെ ഭാരവാഹികൾ, ഇവിടെ എത്തിയിട്ടുള്ള നാട്ടുകാർ, എല്ലാവർക്കും മുട്ടട വാർഡ് കമ്മിറ്റിയുടെ പേരിൽ നന്ദി രേഖപ്പെടുത്തുന്നു. ഇവിടെ എത്തിച്ചേർന്ന മുഴുവൻ ആളുകൾക്കും ഒരിക്കൽ കൂടി നന്ദി അറിയിച്ചുകൊണ്ട് ഈ യോഗ നടപടികൾ അവസാനിച്ചതായിട്ട് അറിയിക്കുകയാണ്.